ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തിരുന്ന കേസിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. PP ദിവ്യയെ നഖശിഖാന്തം വിമർശിക്കുന്നതാണ് അരുൺ കെ വിജയൻ്റെ റിപ്പോർട്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. PP ദിവ്യ ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി വന്ന വ്യക്തിയാണ്. അവർ പ്രസംഗം തുടങ്ങുന്നത് തന്നെ വഴിയേ പോയപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് അറിഞ്ഞാണ് ഇങ്ങോട്ട് കയറിയത് എന്ന് പ്രസംഗത്തിൻ്റെ ആമുഖമായി തന്നെ പറഞ്ഞുവെന്ന് കളക്ടർ തൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പൊതുകാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിലേക്ക് പ്രസംഗം നീട്ടിക്കൊണ്ടുപോവുകയും പലതവണ ADMനെ വിളിച്ചിട്ടും അനുവദിക്കാതിരുന്ന കാര്യം, അനുമതി നൽകാതിരുന്ന, അതായത് NOC നൽകാതിരുന്ന സംഭവത്തിന് വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പേ NOC നൽകിയത് സന്തോഷമുണ്ടെന്നും അതെങ്ങനെയാണ് കിട്ടിയതെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും അത് 2 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്ന ഭീഷണി മുഴക്കിയ ശേഷമാണ് PP ദിവ്യ വേദി വിട്ടതെന്നും ജില്ലാ കളക്ടർ പറയുന്നു. ശരിക്കു പറഞ്ഞാൽ ജില്ലാ കളക്ടർ അന്ന് പോലീസിന് കൊടുത്ത മൊഴി ഒരു തെറ്റായ മൊഴിയാണ് നൽകിയതെന്ന് തെളിയിക്കുന്ന സംഭവം കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്. കാരണം പോലീസിനോട് അന്ന് പറഞ്ഞത് എന്താണ്? പരിപാടി കഴിഞ്ഞ ശേഷം, ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ADM തൻ്റെ മുറിയിൽ വന്നുവെന്നും തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുവെന്നുമുള്ള ഒരു മൊഴിയുടെ ഒരു ഭാഗം അത് വളരെയധികം വിമർശനത്തിന് വിധേയമാകുകയും PP ദിവ്യ ജാമ്യാപേക്ഷയിലും അതുപോലെ തന്നെ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിലുമൊക്കെ കളക്ടറുടെ ആ മൊഴിയാണ് ആയുധമാക്കിയത്. കളക്ടറുടെ ആ മൊഴി തെറ്റായിരുന്നുവെന്ന് സമർത്ഥിക്കുന്നത് കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷന് കളക്ടർ നൽകിയ റിപ്പോർട്ട്. അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണറും ആത്മഹത്യയെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചുവെന്നും PP ദിവ്യയാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന തരത്തിലുമുള്ള റിപ്പോർട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണറും കൊടുത്തത്. PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയെന്നും കോടതിയിൽ കേസിൻ്റെ എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടെന്നും കോടതി PP ദിവ്യയെ റിമാൻഡ് ചെയ്ത കാര്യവുമൊക്കെ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ADMൻ്റെ ആത്മഹത്യയിൽ അല്ലെങ്കിൽ ADMൻ്റെ മരണത്തിൽ PP ദിവ്യ കുറ്റക്കാരിയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടുള്ള 2 റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ PP ദിവ്യ മാത്രമാണ് കുറ്റക്കാരി എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ പരാതിക്കാരനായ TV പ്രശാന്തിനെ കുറിച്ച് എങ്ങും പരാമർശമില്ല റിപ്പോർട്ടിൽ. TV പ്രശാന്താണ് പെട്രോൾ പമ്പിന് NOC തേടിപ്പോയത്. TV പ്രശാന്താണല്ലോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരനായത്. ആ TV പ്രശാന്തിനെ കുറിച്ച് പരാമർശമില്ല എന്നതും ശ്രദ്ധേയമാണ്. കേസിൻ്റെ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, PP ദിവ്യ, അതുപോലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, TV പ്രശാന്ത് എന്നിവരുടെ ഫോൺ നമ്പറുകൾ, ഇവർക്ക് ഔദ്യോഗിക ഫോണുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ സ്വകാര്യ ഫോണുകളും ഉണ്ടാകാം. അതുപോലെ ഈ 2 ഫോണുകളുടെയും ഡാറ്റ സംരക്ഷിക്കണം. 2 ഫോണുകളുടെയും ഡാറ്റ സംരക്ഷിക്കണം. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ ക്ഷേത്രം, പള്ളിക്കുന്ന്, ക്വാർട്ടേഴ്സ് ഈ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത CCTV ദൃശ്യങ്ങൾ അതും സംരക്ഷിക്കണമെന്നാണ് മഞ്ജുഷയുടെ ആവശ്യം. മറ്റൊന്നുമല്ല, പോലീസ് അന്വേഷണത്തിൽ ആദ്യം മുതലേ തന്നെ തങ്ങൾ സംതൃപ്തരല്ല. അതുപോലെ മറ്റൊരു ഏജൻസിയെ കേസ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. CBI വരണമെന്ന ആവശ്യം. എങ്കിൽ മാത്രമേ കൃത്യമായ അന്വേഷണം നടക്കുകയുള്ളൂ, കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവും അതുപോലെ തന്നെ ഭാര്യ മഞ്ജുഷയും പറയുന്നത്. ആ ഒരർത്ഥത്തിൽ ഇങ്ങനൊരു ഹർജി കൊടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ ഈ ഡേറ്റകൾ, ഈ വിവരങ്ങൾ നഷ്ടമായാൽ മറ്റൊരു ഏജൻസി വരുമ്പോൾ ഈ വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേസിൻ്റെ മെരിറ്റിനെ അത് ബാധിക്കും. അതുകൊണ്ട് കോടതി ഇടപെട്ട് ഈ വിവരങ്ങൾ, മൊബൈൽ ഫോൺ ഡാറ്റകളും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളും നശിപ്പിക്കാതിരിക്കാൻ, അതായത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് മഞ്ജുഷയുടെ ഹർജി. അങ്ങനെ കഴിഞ്ഞ ഏകദേശം 1.5 മാസമാകാൻ പോകുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ. 1.5 മാസക്കാലമായിട്ടും പോലീസ് അന്വേഷണം PP ദിവ്യയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൈക്കൂലി നവീൻ ബാബു വാങ്ങിയിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. PP ദിവ്യ ആരുടെ ബിനാമിയാണ് എന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ TV പ്രശാന്ത് ആരുടെ ബിനാമിയാണ്? കൈക്കൂലി കൊടുത്തു എന്ന് പറയപ്പെടുന്ന പണത്തിന് പോലും അദ്ദേഹം സ്വർണം പണയം വെച്ചു എന്നൊക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പുകൾ വ്യാജമാണ്, പേര് പലതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ട് പോലീസിന് മൊഴി കൊടുത്ത ഒരാളെ പോലും സംശയദൃഷ്ടിയിൽ നിർത്താൻ, സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പോലും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും മഞ്ജുഷ ആരോപിക്കുന്നുണ്ട്.